ഇതാ നമ്മൾ ഇതിന്റെ ബാക്കിയാണ് നമ്മൾ പ്രൊജക്ടിന്റെ സെറ്റ് ചെയ്തു. ഈ പ്രൊജക്ടിന്റെ എല്ലാം അറിയണമെങ്കിൽ നമ്മൾ ആ ലൊക്കേഷനിൽ പോയി നോക്കാം. അവിടെ പോയി നോക്കാം. ഇവിടെ ഫയൽസിനകത്ത് പോയി കഴിഞ്ഞാല് നമുക്ക് ഡിക്ക് അകത്ത് ക്ലാസസിന്റെ അകത്ത് 2026 അകത്ത് മഴയ്ക്കകത്ത് തുലു എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിന്റെ അകത്ത് ഇന്നത്തെ ഡേറ്റില് ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിരുന്നു. ഓക്കെ, അതിനകത്ത് ഇത്രയും ഫോൾഡേഴ്സ് കിടക്കും. നമ്മൾ അവിടെ ഒരു ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഇത്രയും ഫോൾഡർ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എന്തിനാണ് നമുക്ക് ഓക്കെ ഇതിന്റെ അകത്ത് ഓട്ടോ സേവ് എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ സേവിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് സേവ് ചെയ്യാൻ പറഞ്ഞു സ്റ്റോപ്പ് ആയിട്ട് പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇത്രയും വലിയ ഇഷ്യൂ ഇല്ല. അല്ലാതെ ഡെസ്ക്ടോപ്പ് ക്യാൻഡിഡേറ്റ് ഒരു കറണ്ട് ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഡെസ്ക്ടോപ്പ് ഓഫായി ഓഫ് ലാപ്പ് ആണെങ്കിൽ തന്നെ ചാർജ് ഓഫായി പോകണം ഓപ്ഷൻ. ഓക്കെ, അന്നേരം നമ്മൾ സേവ് ചെയ്യാൻ മറന്നു പോയിരിക്കും. ഓക്കെ, ഇപ്പൊ സേവ് ചെയ്യാൻ മറന്നിരിക്കും. നമ്മൾ ഓട്ടോ സേവിന്റെ ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വായിക്കാം എന്ത് ചെയ്യും, ഈ ഫോൾഡറിലേക്ക് ഓരോ 10 മിനിറ്റ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ടൈം ഷെഡ്യൂൾ ഓട്ടോമാറ്റിക്കലി സേവ് ആകും. ഓക്കെ, ആ ഫയൽ സേവ് ആയി സിസ്റ്റം തന്നെ സോഫ്റ്റ്വെയർ സേവ് ആക്കി വന്ന് കിടക്കുന്ന സ്ഥലമാണ് ഫോട്ടോസ്. മനസ്സിലാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇമേജ് റണ്ടർ ചെയ്ത് എടുക്കുന്നു. ആ റണ്ടർ ചെയ്ത് കിടക്കുന്ന വരുന്ന ഇമേജ് ഫയൽ വന്ന് കിടക്കുന്ന സ്ഥലമാണ് മൂവിയായിട്ട് റണ്ടർ ചെയ്ത് വന്ന് കിടക്കുന്ന ഫോൾഡറാണ്. ഓക്കെ, ഇനി താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് സീൻസിലാണ് നമ്മുടെ സേവ് ചെയ്യുന്ന സാധാരണ നമ്മൾ സേവ് ചെയ്യുന്ന സിസ്റ്റം തന്നെ സേവ് ചെയ്യുന്ന സ്ഥലമാണ് സീൻസിനകത്താണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് നമുക്ക് വേണ്ട സ്ക്രിപ്റ്റിലെ അങ്ങോട്ട് ഷെഡ്യൂൾ ചെയ്ത് തരാം, അത് കണ്ടെടുക്കാനൊക്കെ സ്ക്രിപ്റ്റ് സൗണ്ട് നമുക്ക് വേണ്ട സൗണ്ട്സിന് അതിനകത്ത് കൊടുക്കുക. സ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി വരുന്ന മോഡലിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന റെഫറൻസിന് ഉപയോഗിക്കുന്ന ഇമേജസ്, അതുപോലെ തന്നെ ടെസ്റ്ററിന് ഉപയോഗിക്കുന്ന ടെസ്റ്ററുകൾ, ഫോർത്തിന്റെ ടെസ്റ്റർ, അതേപോലെ ഫുഡിന്റെ ടെസ്റ്റർ, അങ്ങനെ ടെസ്റ്ററുകളുടെ കാര്യങ്ങളൊക്കെ കൊണ്ടിടാൻ പറ്റിയൊരു കൊണ്ടിടുന്ന സ്ഥലമാണ് സോഴ്സ് ഇമേജ്. അതായത് പേരിൽ തന്നെ പറഞ്ഞ സോഴ്സ് ഇമേജ്. ഇതിന് വേണ്ട വർക്കിന് വേണ്ട സോഴ്സ് കിട്ടണം സ്ഥലം അതാണ് സോഴ്സ് ഇമേജ്. ഓക്കെ, അതൊക്കെയാണല്ലോ. അപ്പൊ ഇത്രയും ഫോൾഡേഴ്സ് ആണ് നമുക്ക് പ്രധാനപ്പെട്ട ബാക്കിയൊക്കെ ഡേറ്റ ബാക്കി സാധനങ്ങളൊക്കെ നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ല, നമുക്ക് ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോൾഡേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ അല്ലേ? ബാക്കിയുള്ള സമയത്ത് ഈ വർക്ക് ചെയ്ത ഫയലിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, വേറൊരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, നിങ്ങളിപ്പം വീട്ടിലെ ഡെസ്ക്ടോപ്പിലായിരിക്കും ആ ഫയല് നിങ്ങളുടെ ലാപ്ടോപ്പിലേക്ക് കാരണം വീട്ടിലെ ഡെസ്ക്ടോപ്പിലേക്ക്. ഓക്കെ, ഇവിടെ ശേഷമാണ് നമ്മൾ കൊണ്ടുപോകുന്ന ചെയ്യാം, നമ്മുടെ ഈ തുലു എന്നുള്ള ഫോൾഡർ എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. തുലു എന്നുള്ള ഫോൾഡർ കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് പേസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, വായിക്കാത്ത ഫയലിനകത്ത് സെറ്റ് പ്രൊജക്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. സെറ്റ് പ്രൊജക്റ്റിനകത്ത് പോയിട്ട് ആ ലൊക്കേഷൻ കാണിച്ചു. ഓക്കെ, ഇത് വെച്ചിട്ട് ആ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് മനസ്സിലായോ? ഓക്കെയാണോ? അപ്പൊ നമുക്ക് വേണ്ട നമ്മൾ ഈ സിസ്റ്റം ഫയലിന് വേറെ സിസ്റ്റത്തിലേക്ക് വന്നപ്പോ ഇല്ല, ഇമേജസ് ഇല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ മോഡൽ ചെയ്ത ബോഡികൾ സാധനം മാത്രമേ കിട്ടും. എല്ലാം മാറി നമ്മൾ ഈ സോഴ്സ് ഇമേജസ് ഉൾപ്പെടെയുള്ള ഫോൾഡറിനെ കൊണ്ടുപോയിട്ടുണ്ട്. സെറ്റ്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ?
ഓക്കെ ആണോ? വ്യക്തമാണോ? ഓക്കെ. ഇതാണ് പ്രൊജക്റ്റ് വരുന്നത്. സെറ്റ് പ്രോജക്റ്റ് നമ്മൾ ഇത് നിങ്ങളുടെ ഒരു ബേസ് ആണ്. പ്രോജക്റ്റ് ബേസ് ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ഗുണം ഒരു സിസ്റ്റത്തിന് നിങ്ങളുടെ സിസ്റ്റം മോശമായി അത് സമയത്ത് കൊടുക്കണ്ടേ? അപ്പൊ ഇത് ഞാൻ പറഞ്ഞു നമ്മളൊരു സിസ്റ്റം ക്രാഷ് ആയിട്ടാണെങ്കിൽ ഈ ഡ്രൈവിന്റെ ഫയലുകളെല്ലാം ഈ കാറ്റത്തേക്ക് കിടക്കണം. ഓക്കെ, ഫോൾഡേഴ്സ് വേണ്ടിയാണ് അതിന്റെ എല്ലാത്തേക്കും. അപ്പൊ ആ ഫോൾഡറിൽ നിന്ന് മാത്രം നമുക്ക് ഫയലിനെ ആഗസ്റ്റ് വഴി വേറെ ആഗസ്റ്റ് വഴി വേറെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഫയലിനെ അവിടെ കോപ്പി ചെയ്തിട്ടുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സെറ്റ് പ്രോജക്റ്റ് ഇട്ട് ഇങ്ങനെ വിഷമാണ് കാര്യങ്ങളും ഇവിടെ ചെയ്തു പകുതി കിട്ടുന്ന നമ്മൾ ചെയ്ത കാര്യങ്ങൾ മനസ്സിലാവുന്ന പറ്റും സെറ്റ് പ്രോജക്റ്റ് ഓക്കെ ഓക്കെ മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പോ സെറ്റ് പ്രോജക്റ്റ് വിൻഡോയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുമ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ അടുത്ത